ആ പാട്ടിലെ സിനിമയിൽ ഇങ്ങനെ റീ റെക്കോർഡിംഗ് പോലെ ഈ കാമുകം നിൽക്കുകയാണ്. അവിടെ ഇവിടെയൊക്കെ ഇയാൾ നിൽക്കുന്നുണ്ട്. വേണുചേട്ടനാണെങ്കിൽ മരുതെന്നും പറഞ്ഞ് അഴിഞ്ഞാടുകയാണ്. അഴിഞ്ഞാടുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഔസേപ്പച്ചൻ സാറിന്റെ ക്യാരക്ടർ. അപ്പൊ നോക്കൂ, അതിന്റെ ഒരു ബിറ്റ് വയലിനിൽ ഔസേപ്പച്ചൻ സാറ് വായിച്ച് കേട്ടിട്ട് ഇനി മുന്നോട്ട് പോയില്ലെങ്കിൽ അതിനൊരു പ്രസക്തി നഷ്ടപ്പെടും. അപ്പോ ഔസേപ്പച്ചൻ സാർ ഇപ്പൊ പറയാൻ പോകുന്നത് വയലിൻ പ്രാക്ടീസ് ഇല്ല, എടുത്തിട്ടില്ലേ? ഞാൻ അതെ വയലിൻ എടുപ്പിച്ചിട്ടുണ്ട്. ഈ പ്രാക്ടീസ് അത് നിങ്ങൾക്ക് അറിയാവുന്ന ആളുകൾക്ക് ഈ പെർഫെക്ഷൻ പ്രശ്നമുണ്ട്. ഈ ഔസേപ്പച്ചൻ സാർ ഇവിടെ ഈ ഒരു പരിപാടിയിലിരുന്ന് അന്ന് ഭരതൻ സാറ് ഇഷ്ടപ്പെട്ട ഒരു വയലിൻ ബിറ്റ് വായിക്കുമ്പോ എനിക്കറിയാം ഇങ്ങനെ എന്തെങ്കിലും ഒരു കുസൃതി എനിക്കറിയാം. അതിന്റെ ഒരു പ്രഷർ അല്ലെങ്കിൽ അതിന്റെ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നതിനെ കുറിച്ച് വേവലാതിപ്പെടണ്ട. ഈ പരിപാടി അത്രയും ഇതായിട്ട് പോകുന്ന ഒരു പരിപാടിയാണ്. അത് ഇപ്പൊ തരും. ഇതൊക്കെ പറയുമ്പോ എനിക്ക് ഓർമ്മ വരും ഫിഡിലർ ഓൺ ദ റൂഫ്. ഭരതേട്ടന് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പടം. അല്ല അതാണ് ആരവത്തിന്റെ ഇൻസ്പിറേഷൻ. അതാണ് എന്റെ കഥാപാത്രം. ഞാൻ വയലിൻ എടുത്തു തരുന്നില്ല. എനിക്ക് തോന്നി അത് പറഞ്ഞപ്പോ അതാണെന്ന്. അപ്പൊ ഔസേപ്പച്ചൻ സാറ് വയലിൻ എടുത്തിരിക്കുകയാണ്. ഭരതൻ സാർ, ഔസേപ്പച്ചൻ സാറ്, ജോൺസൺ മാഷ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ ഒരു സിനിമയുടെ തുടക്കം, വരവ്, അതിനൊക്കെ കാര്യകാരണങ്ങളായ ഒരു വയലിന്റെ ബിറ്റാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ചരിത്രം പുനർനിർമ്മിക്കുകയാണ് ഇവിടെ. താങ്ക് യു. ഏതാണ്ട് 21 വയസ്സുള്ളപ്പോ വായിച്ചതാണ്. എടി ഇതിങ്ങനെ വായിക്കും. ഇതൊരു മോഹനം. അടിപൊളി. താങ്ക് യു.